നമസ്തേ. ഞാൻ ഇന്ന് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ പാലക്കൽ പുരാണം 8ാം ഭാഗം അവിടെ ചെയ്തത് ഒരു കണ്ണ് കാണാത്ത ഒരാൾ എങ്ങനെ കൈരേഖ നോക്കി എന്നൊക്കെയുള്ള സംശയം എന്നിട്ട് പലരും വിളിച്ചു പറയും, മെസ്സേജ് അയച്ചും മറ്റൊക്കെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് അദ്ദേഹം അത് ഞാൻ കണ്ണ് കാണുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഇരിക്കാനുള്ള സീറ്റ് പോലും കാണാത്ത ആളൊക്കെ എങ്ങനെ കൈരേഖ കാണും? അത് അറിയാം. അതിലെ അതിശയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അദ്ദേഹം എൻ്റെ കൈ നോക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ഞാൻ അപ്പോൾ പറയുന്ന കുസൃതികളൊന്നും പുള്ളി പരിഗണിക്കുന്നില്ല. പുള്ളി എവിടെയോ നോക്കി വായിക്കുന്ന പോലെ അങ്ങ് കൈ പിടിച്ചിട്ട് പറയുക. അതായത് അദ്ദേഹത്തിന് ആ സമയത്ത് ഞാൻ എന്ന ആ ആത്മാവിനോട് അറിയിക്കാനുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആത്മാവ് നിയുക്തമായത് പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ തന്നെയുമല്ല, അവിടെ വേറൊന്നോട് ചിന്തിക്കണ്ടേ. ഈ 2 മാസം ഗർഭിണിയായ ആ ഗർഭസ്ഥ അവസ്ഥയെ എങ്ങനെയാണ് കാലിന് ഇടതുകാലം മുടന്നെന്ന് പറയാ? അന്ന് ഇടതുകാലം ഫോം ചെയ്തിട്ടുണ്ടാവുമോ? ഈ കണ്ടു കാണാൻ പറ്റാത്ത ആളെ ഇത് കണ്ടു അറിഞ്ഞു? ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുന്നതല്ല. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇത് പറയുമ്പോൾ സാക്ഷികളായ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ 70 വയസ്സായി. ഇന്ന് വരെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടും വിശ്വാസവും എൻ്റെ അറിവും സത്യം പറയുക, അതിലൂടെ പ്രപഞ്ച സൗന്ദര്യം മനസ്സിലാക്കുക, അത് ആ സമർപ്പണത്തിലൂടെ ഈശ്വരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ വീക്ഷണം. അതാണ് ഭാരതീയ സിദ്ധാന്തങ്ങളും പറയുന്നത്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, ആ അനുഭവം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സമയത്ത് ഞാൻ 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനിതെന്തിനായി സമൂഹത്തോട് ഈ കളവ് പറയണേ? കളവ് പറയുമോ? എന്നെ അടുത്തറിയാവുന്ന പലരും ഉണ്ട്. ഇവരൊക്കെ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അത് തന്നെയല്ല, അങ്ങനെ എത്ര അനുഭവങ്ങൾ വളരെയാണ്, കുറച്ചൊന്നുമല്ല. ഇപ്പം നമ്മളുടെ ഈ വീഡിയോയിൽ മുഴുവൻ പറയാൻ തീരില്ല. ആ മാതിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഇല്ലെങ്കിൽ വളരെ ധിക്കാരിയായ, ആരെയും അനുസരിക്കാത്ത, എനിക്ക് തോന്നുന്നത് മാത്രം വിശ്വസിക്കുന്ന വ്യക്തി എങ്ങനെ ഞാൻ ഇങ്ങനെയായി? അത് പ്രപഞ്ചം ഒരുക്കിയെടുത്ത ആ സംവിധാനമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതിലെനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. എൻ്റെ വിശ്വാസമല്ല, എൻ്റെ അറിവ് അത് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ ശ്രീബുദ്ധൻ ഉപദേശിക്കുന്ന എങ്ങനെയാ വെച്ചാൽ, ഞാൻ പറയുന്നതായാലും ഈശ്വരൻ വന്ന് നേരിട്ട് പറയുന്നതായാലും, ഈശ്വരൻ വന്ന് നേരിട്ട് ആരൊന്നും പറയില്ലല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ചേരുന്നില്ലെങ്കിൽ അത് സ്വീകരിക്കരുതെന്നാ പറയണേ. അപ്പൊ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചേരുന്നില്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയുകയല്ല, ഉണ്ടോ എന്ന് അന്വേഷിക്കലാണ് ഒരു സംസ്കാരമുള്ള, അറിവുള്ള, വിവേകമുള്ള ഒരു സമൂഹത്തിന്റെ താല്പര്യം. അല്പനായ എനിക്ക് ഈ അനുഭവ സംഭവത്തോടൊപ്പം എന്നേക്കാളും അറിവും കഴിവും ജ്ഞാനവും അനുഗ്രഹമുള്ള ആളുകൾക്ക് എന്തെല്ലാം സംഭവിക്കില്ല? അപ്പൊ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. എന്റെ സഹോദരിക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്, എന്റെ അനുജൻ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ഫാദർ മരിച്ചതിനേക്കാളും ഒരു വർഷത്തോളം മുമ്പ് തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ ഈ കൈനോട്ടക്കാരൻ വരാൻ പാടില്ല. അത് ഞങ്ങൾക്കൊക്കെ അത് നിഷിദ്ധമാണ്, പാപമാണ്. ആ സമയത്ത് തൊട്ടടുത്ത അയൽ വീട്ടില് ഒരു കൈനോട്ടക്കാരി ഉച്ച കഴിഞ്ഞ് ഇരിക്കുന്ന അമ്മൂമ്മമാരുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് നോക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ കൗതുകം കണ്ട് വരയ്ക്കാനുള്ള ഒരു വീക്ഷണത്തോടു കൂടി ഇവരെ മോഡലാക്കാൻ വേണ്ടി ശ്രമത്തിൽ നോക്കിയപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കുന്ന അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു, ജോസ്മാൻ ഒരു വയ്ക്കുന്നു പറയും. നമ്മൾ എൻ്റെ കാശില്ല, വേണ്ടെന്ന് പറയും. കാരണം എനിക്ക് അപ്പനപ്പുറം നിൽക്കുന്നത് ആ പേടിയാണ്. അപ്പൊ അമ്മൂമ്മനായിട്ട് ഒരാൾ ഒരു വെച്ചു. ഈ കൈനോട്ടക്കാരി പറയുക, പൂത്ത പണമുണ്ട്, ജനസംസാരം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഇദ്ദേഹത്തിന്റെ വീട്ടിലൊരു മരണം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇദ്ദേഹം നേരിട്ട് ശവസംസ്കാര ക്രിയ നടത്താൻ യോഗ്യമുള്ള, പ്രാപ്തനമുള്ള, മാർഗമുള്ള, നടത്തേണ്ടുന്ന ഒരു സംസ്കാരം, ഒരു മരണം ആ വീട്ടിൽ നടക്കുന്നു. അതുവരെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ മരണം സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ ഒരു കുട്ടി അന്ന് ഗർഭാവസ്ഥ തന്നെ മരിച്ചു പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അത് ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത്രമാത്രമുള്ള ഒരു ഇതുണ്ടായിട്ട് അതുവരെ ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എൻ്റെ ഫാദർ ഒരു അസുഖമില്ലാതിരിക്കുമ്പോൾ, അദ്ദേഹം ഏൽപ്പിച്ച ജോലിക്കാർ പാടത്തും മറ്റു പറമ്പിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവില്ല. ഈ പാലക്കൽ പുരാണം 9ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.